ഹമാസ് മുട്ടുമടക്കുകയാണോ? ഗാസ മുനമ്പിന്റെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് തന്നെ തിരികെ കൈമാറാൻ ഹമാസ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1993 ഓസ്ലോ ഉടമ്പടി പ്രകാരം വെസ്റ്റ് ബാങ്കിനെ ഭാഗികമായി ഭരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ സർക്കാരാണ് PA അഥവാ പലസ്തീൻ അതോറിറ്റി. വെസ്റ്റ് ബാങ്കിലെ റമല്ലയിലാണ് PAയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ. പലസ്തീൻ രാഷ്ട്രത്വത്തെ ഇല്ലാതാക്കുന്ന ഗസ വിഷൻ പദ്ധതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിടിമുറുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കത്തിന്റെ റിപ്പോർട്ട് വരുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച വിവാദ പദ്ധതിയിൽ ഗസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കലും അതുപോലെ തന്നെ എൻക്ലേവിൽ താമസിക്കുന്ന 20 ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. പുറത്താക്കപ്പെടുന്ന പലസ്തീൻ ജനത മേഖലയിലെ അറബ് രാജ്യങ്ങളിൽ കുടിയേറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസയുടെ ഭരണം PAക്ക് കൈമാറാൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് സ്കൈ ന്യൂസ് അറേബ്യയാണ് റിപ്പോർട്ട് ചെയ്തത്. 2007 ഫത്താഹിനെ തുരത്തിയത് മുതൽ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് ഗസ. PA ഭരിക്കുന്ന പലസ്തീൻ വിഭാഗമാണ് ഫത്താ എന്ന് പറയുന്നത്. ഇസ്രായേലുമായുള്ള യുദ്ധം ഹമാസിനെ പഴയ നിലയിലേക്ക് എത്തിച്ചെങ്കിലും ഇസ്രായേൽ ബദൽ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്താത്തതിനാൽ തന്നെ ഗസയുടെ ഭരണം ഇപ്പോഴും ഹമാസിന്റെ പക്കലിലാണ്. ഗസയിലെ പോലീസ്, ഹെൽത്ത് കെയർ സിസ്റ്റം, സിവിൽ സർവീസ് എന്നിവ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും. എന്തായാലും സ്കൈ ന്യൂസ് അറേബ്യയുടെ റിപ്പോർട്ട് പ്രകാരം കെയ്റോ സന്ദർശിച്ച ഹമാസ് പ്രതിനിധി സംഘത്തിന്മേൽ ഈജിപ്ത് ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണ് ഹമാസ് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. ഗാസ സ്ട്രിപ്പിലെ ജീവനക്കാരെ പുതിയ ഭരണകൂടത്തിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ ഗ്യാരണ്ടിയോടെയുള്ള റിട്ടയർമെന്റിലേക്ക് അയക്കുകയോ ചെയ്യണമെന്ന് മാത്രമേ ഹമാസ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ എന്നും വൃത്തങ്ങളെ ഉദ്ധരിച്ച് സ്കൈ ന്യൂസ് അറേബ്യ പറയുന്നു. കെയ്റോ സന്ദർശിച്ച പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി സംഘത്തിന്മേൽ ഈജിപ്ഷ്യൻ സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷമാണ് ഗസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഹമാസ് സമ്മതം മൂളിയതെന്നാണ് വിവരം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ സർക്കാരാണ് PA എന്ന് പറയുന്നത്. എന്നാലും ഗസയിൽ PAയുടെ പങ്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എന്നും തള്ളിയിട്ടേയുള്ളൂ. അടുത്തിടെ ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം PA ഭയങ്കരം അഥവാ ടെറിബിൾ എന്ന് വിശേഷിപ്പിക്കുകയും PAയുടെ ഭരണത്തെക്കാൾ അമേരിക്കയുടെ ഭരണമാണ് ഗസയ്ക്ക് നല്ലതെന്നും പറയുകയും ചെയ്തു. ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങൾ ഗസയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പരിവർത്തന ഭരണം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കമെന്ന് വിശ്വസിക്കാം. വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയുടെ ഫത്തയും ഗസയിലെ ഹമാസും തമ്മിലുള്ള വിഭാഗീയത പലസ്തീനികൾ തമ്മിലുള്ള ഐക്യത്തിന്റെ പുരോഗതിയെ പലപ്പോഴും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കുമെന്ന ട്രംപ് ഭീഷണി വന്നതോടെ ഇരുവിഭാഗത്തിന്റെയും ബന്ധത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. US നയതന്ത്രജ്ഞൻ മാർക്കോ റൂബിയോയും അതുപോലെ ഇസ്രായേൽ നേതാവ് ബെന്യാമിൻ നെതന്യാഹുവും ജെറുസലേമിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഗസയിലെ വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യാൻ ഒരു പ്രതിനിധി സംഘത്തെ കെയ്റോയിലേക്ക് അയക്കാനിരിക്കെയാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്.